ഡോക്ടർ ശശി തരൂർ MP തിരുവനന്തപുരത്തിന്റെ ജനപ്രതിനിധി. അദ്ദേഹത്തെക്കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കം കഴിഞ്ഞ കുറേ മാസങ്ങളായി വ്യാജ കഥകൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയായിരുന്നു. ശശി തരൂർ BJP-യിലേക്ക് പോകും, ഏറ്റവും അവസാനം ശശി തരൂർ ഇടതുപക്ഷവുമായി അടക്കുന്നു എന്ന തരത്തിലടക്കം വലിയ വാർത്തകൾ പുറത്തു വന്നു. എന്നാൽ തരൂര് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് വിട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും താൻ പോകില്ല എന്ന ശശി തരൂർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുകയാണ്. തരൂരിനെ സംഘിയാക്കാനും ബമ്പൽ കൊണ്ട CPM-കാർ ഉൾപ്പെടെയുള്ളവർ ഇനി ഈ വിഷയത്തിൽ എന്തു മറുപടി പറയും? സാമൂഹ്യ മാധ്യമത്തിൽ തരൂരിനെ സംഘിയാക്കാനും ഏറ്റവും അവസാനം കമ്മിയാക്കാനും ഓടി നടന്ന ആളുകൾ തന്നെയാണ് ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത്. ശശി തരൂരിന് എല്ലാ വിഷയത്തിലും കൃത്യമായ കാഴ്ചപ്പാടും ആഴത്തിലുള്ള ബുദ്ധിയും പരന്ന വായനയുമുള്ള മനുഷ്യനാണ്. ലോകം കണ്ട മനുഷ്യൻ. ആ ലോകം കണ്ട മനുഷ്യന് ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. ആ അഭിപ്രായത്തിന്റെ പേരിലാണ് അദ്ദേഹത്തെ സംഘിയാക്കാനും അദ്ദേഹത്തെ CPM ആക്കാനും അടക്കം കേരളത്തിലെ ചില മാധ്യമങ്ങളും സൈബർ ഇടത്തിലെ ആളുകളും ശ്രമിച്ചത്. വികസനോത്മകമായ നാടാണ് ഈ രാജ്യത്തിന് ആവശ്യം. നാടിന്റെ വികസനത്തിനും പുരോഗതിക്കും അതിൽ രാഷ്ട്രീയം കാണരുത്, അതിൽ രാഷ്ട്രീയം കലർത്തരുത് എന്ന ചിന്താഗതിയും കാഴ്ചപ്പാടുമുള്ള നേതാവാണ് ശശി തരൂർ. അതുകൊണ്ട് തന്നെ തരൂരിന് വളരെ കൃത്യമായി ഈ നാട്ടിലെ രാഷ്ട്രീയം അറിയാം. തരൂരിനറിയാം ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അന്ധമായ രാഷ്ട്രീയ അടിമകളല്ലാത്തവർക്ക് വികസനം വേണമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് തരൂർ എന്നും വികസനത്തിലൂന്നിയ മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നത്. വികസന കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുന്ന തരൂര് ഒരുപക്ഷെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രി അടക്കമുള്ളവർ നാട്ടിലെ ഭരണാധികാരികൾ നാടിന്റെ മുഖച്ഛായ മാറ്റിമറിക്കുന്ന തരത്തിൽ നാടിന്റെ വികസനത്തിന് പുതിയ ദിശാബോധം നൽകുന്ന തരത്തിൽ ഏതെങ്കിലും പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിനെ അനുകൂലിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടിനപ്പുറം ഈ നാടിനോടുള്ള പ്രതിബദ്ധതയും ഈ നാടിനോടുള്ള തന്റെ സ്നേഹവും കാഴ്ചവെക്കുന്നതാണ്. എന്നാൽ അതിനെ കൊണ്ട് മാത്രം അദ്ദേഹത്തെ സംഘിയാക്കാൻ കമ്മിയാക്കാൻ വെമ്പൽ കൊള്ളുന്ന ആളുകൾക്ക് തരൂർ എന്താണെന്ന് വളരെ കൃത്യമായി അറിയില്ല. UN-ലെ അണ്ടർ സെക്രട്ടറി സ്ഥാനം വഹിച്ച വ്യക്തിയാണ് ശശി തരൂർ. അദ്ദേഹത്തെ നിങ്ങൾ കൊടിപിടിക്കാൻ കാണില്ല, അദ്ദേഹത്തെ നിങ്ങൾ പോസ്റ്റർ ഒട്ടിക്കാൻ കാണില്ല. പക്ഷെ അദ്ദേഹം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ആരാധ്യനായ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി കോൺഗ്രസ് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമാണ്, കോൺഗ്രസ് എന്താണെന്ന് വളരെ കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ ഒന്നും പോകാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വമെടുത്ത കോൺഗ്രസിന്റെ MP ആയത്. ശശി തരൂരിന് വേണമെങ്കിൽ രാജ്യം ഭരിക്കുന്ന BJP-യിൽ പോയാൽ അവർ തളികയിൽ സ്ഥാനം വെച്ച് നൽകി അദ്ദേഹത്തെ സ്വീകരിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം ഗാന്ധിസമാണ്. ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരു കല്ലിൽ കൊത്തിയ ശില്പം പോലെ, ഒരു മാലയിൽ കോർത്ത മുത്തുമണികൾ പോലെ, ഒരു ചരണിൽ കോർത്ത പുഷ്പങ്ങൾ പോലെ, ഒരമ്മ വെറ്റ മക്കളെ പോലെ കാണുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ മറ്റ് വർഗീയ വിഭജന രാഷ്ട്രീയം പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും തനിക്ക് പോകാൻ കഴിയില്ലെന്ന് തരൂര് വളരെ കൃത്യമായി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ തരൂരിനെ എന്തിനാണ് സംഘിയാക്കാനും കമ്മിയാക്കാനും ഇവിടെയുള്ള ആളുകൾ ശ്രമിക്കുന്നത്? കാരണം ശശി തരൂരിന് ലോകപരിചയമുണ്ട്. ശശി തരൂരിന് ബുദ്ധിയും വിവരവും വിവേകവും വിനയവുമുണ്ട്. അത്രത്തോളം പോന്ന ഒരു രാഷ്ട്രീയ നേതാവ് ലോകത്തെ ഏത് ഭരണാധികാരിക്ക് മുമ്പിൽ കൊണ്ടുവന്നാലും, അല്ലെങ്കിൽ ലോകത്തെ ഏത് ഭരണാധികാരിയോടും സംവദിക്കാൻ കഴിവുള്ള, ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ അവബോധമുള്ള ശശി തരൂരിന് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലൂന്നി പ്രവർത്തിക്കാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂർ കോൺഗ്രസ്സുകാരനായിരിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയാണ് അംഗമാണ്. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ രാജ്യത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ പ്രവർത്തക സമിതിയിലാണ്. ആ പ്രവർത്തക സമിതിയിലെ ഒരു അംഗമായ തരൂരിനെ സംഘിയാക്കാനും കമ്മിയാക്കാനും ആര് തന്നെ ശ്രമിച്ചാലും ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുന്ന വ്യക്തിത്വമാണ്. അനന്തപുരിയുടെ വികസനത്തിന് കൃത്യമായ കാഴ്ചപ്പാടുള്ള, ദിശാബോധമുള്ള ശശി തരൂരിനെ പോലെയുള്ള വ്യക്തികൾ നാളുകളിൽ നാടിന്റെ ഭരണാധികാരികളായി കടന്നു വന്നാൽ അത് നാടിന് കൂടുതൽ ഊർജം പകരുമെന്ന കാര്യത്തിൽ തർക്കമില്ല.
നാടിന്റെ മുഖച്ഛായ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരുപാട് സ്വപ്ന പദ്ധതികൾ മനസ്സിലുള്ള ഇത്തരം നേതാക്കന്മാരെ രാഷ്ട്രീയത്തിനുപരി പിന്തുണയ്ക്കേണ്ടത് നാടിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നാടിന്റെ വികസനത്തിന് വേണ്ടി സംസാരിക്കുന്ന തരൂരിനെ ആര് തന്നെ സംഘിയാക്കാനോ CPM ആക്കാനോ ശ്രമിച്ചാൽ അദ്ദേഹം തന്നെ വളരെ കൃത്യമായി പറഞ്ഞു, ഐ ആം എ കോൺഗ്രസ് വർക്കർ, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് പ്രവർത്തകനാണ്, കോൺഗ്രസ് അല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ലെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ശശി തരൂർ വ്യക്തമാക്കി കഴിഞ്ഞു.